കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്ന പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിന്റെ അവിടെ നടന്ന വിശദീകരണം, പുളിക്കൽ വെച്ച് നടന്ന വിശദീകരണത്തിൽ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യം എന്താ അറിയോ? എല്ലാ കാര്യങ്ങളിലും ഇന്ന് വരെ ജിന്ന് പിശാച് സംബന്ധമായി ഫൈസൽ മുസ്ലിയാർ എന്താണോ വിശദീകരിച്ചത് അതാണ് നമ്മുടെ ആദർശം. ലോകത്തിൽ ആലോചിച്ചു, ഏതെങ്കിലും ഒരാൾ അങ്ങനെ പറയോ? ഏതെങ്കിലും ഫൈസൽ മുസ്ലിയാർ എന്താണോ പറഞ്ഞത് അതാണ് നമ്മുടെ ആദർശം? അതിങ്ങനെയല്ല, ഖുറാഫികളായ ആൾക്കാരോട് പോയിട്ട് പറഞ്ഞാൽ പോരെ? ഇസ്ലാമിക സമൂഹത്തോട് ഇങ്ങനെ വർത്തമാനം പറയണോ? പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് വരെ ഫൈസൽ മുസ്ലിയാർ എന്താണോ വിശദീകരിച്ചത് അതാണ് നമ്മുടെ ആദർശം. നിങ്ങളത് ആലോചിച്ച് നോക്കി. അള്ളാഹിന്റെ വേദഗ്രന്ഥം അവർക്ക് പറയാനില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനില്ല. ഈ തീയനിവിടെ പറഞ്ഞ കാപട്യങ്ങൾ അതിവിടെ എന്തായാലും വ്യക്തമായി. ഇനി പോകട്ടെ, ഇനി അദ്ദേഹത്തിന് ഇനി ആ സന്ദർഭങ്ങളിൽ ആ നിലക്കുള്ള ആശയം അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പൊ നേരത്തെ നമ്മുടെ എന്താ മദീന് പറഞ്ഞ പോലെ ആ ചർച്ചയിൽ കുവൈറ്റിന്റെ ചർച്ചയിൽ ഹബൂക്കല്ല വസീർക്കാണെങ്കിൽ അങ്ങനെ ആ തോന്നൽ അയാൾക്ക് വേറെ ആരെങ്കിലും തെളിവുകളെല്ലാം കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം സ്വീകരിച്ചു എന്ന് നമുക്ക് സമ്മതിക്കാം. എങ്കിലും തെളിവ് കൊണ്ടുവരണ്ടേ? തെളിവ് എന്താ കൊണ്ടുവന്നത്? അപ്പൊ ഇവിടെ ഫൈസൽ മുസ്ലിയാർ എന്ത് വിശദീകരിച്ചോ അതാണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞ വ്യക്തി ആ ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്ത് നമ്മുടെ ഒരു പ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തപ്പോ അതാണ് തെളിവ്. ശംസനിപ്പ് വഹിക്കരാം. ഇതിൽ രസകരമായ കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് അതിൽ പണ്ഡിതന്മാരുടെ ഇത്തിഫാക്ക് വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഇജ്മാ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴും പറയലുണ്ട്. അപ്പൊ എന്താ പണ്ഡിതന്മാരുടെ നിലവാര വിഷയത്തിൽ? അതൊക്കെ എന്താ PN പഠിക്കേണ്ടത് ആ ജമ്മാവിലുള്ള അബ്ദുൽ ജബ്ബാർ, നമ്മുടെ ഞാനിപ്പോഴും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പണ്ഡിതനായ ആ അബ്ദുൽ ജബ്ബാർ മദീനി, അദ്ദേഹം ശിർക്ക്, വിവരണം, വിഭജനം, വിധികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇജ്മാ എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്കിലും PN വായിച്ചിരുന്നെങ്കിൽ PN അങ്ങനെ പറയില്ലായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ഉപർക്ക് പറ്റിപ്പോട്ടെന്ന് അറിയോ? ഫൈസൽ മുല്ല എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ആദർശം. ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ അങ്ങനെ പറയാറില്ല. അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ആദർശം നമ്മൾ പറയലുണ്ടാവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ആദർശം നമ്മൾ പറയലുണ്ടാവും. ഇബ്നു അബ്ദുൽ വഹാബ് എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ ആദർശം നമ്മളെന്ന് പറയലുണ്ടാവും. ഇതൊക്കെ ഈ രൂപത്തിൽ തീരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ മോശമല്ലേ? അദ്ദേഹത്തെ പോലെ കുറച്ചൊക്കെ അക്കില് എന്നൊക്കെ നമുക്ക് പറയാം. ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് അഖില സുന്നയിലെ പണ്ഡിതന്മാർ ഇത്തിഫാഖ് ചെയ്ത വിഷയമാണെന്നാ. ഏതാ? വാസിൽ ശിർക്ക്, ജിനിലും സഹായികമായിട്ടും അത് കേവല ശിർക്ക്, അത് ശിർക്കായതുണ്ട്, വസ്ലിൽ ശിർക്കായതുണ്ട് എന്നത് അത് അയ്യിമ്മത്ത് സലഫിന്റെ ഇത്തിഫാഖ് കൊണ്ടെന്നത് ഇജ്മാ കൊണ്ടെന്നാ പറഞ്ഞത്. ആ ഇജ്മാ എന്താണ്? ആ ഇജ്മാ എന്താണെന്ന് ഈ അബ്ദുൽ ജബ്ബാർ മദീനി ഇറക്കിയ പുസ്തകം താങ്കൾ വായിക്കണം. ആ പുസ്തകത്തിന്റെ 26-ാമത്തെ പേജിൽ അതാ പറയുന്ന കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളും അഹ്ലുസുന്നയുടെ പണ്ഡിതരായ സ്വഹാബികൾ പിന്തുടർച്ചക്കാരും, കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും അഹ്ലുസുന്നയുടെ പണ്ഡിതരായ സ്വഹാബികളുടെ പിന്തുടർച്ചക്കാരും അമ്പിയാക്കളിൽ നിന്നും മറ്റും മരണപ്പെട്ടവരോടും മലക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ജിന്നുകൾ, റായിബായ ജിന്നുകൾ, ആ ജിന്നുകളിലോട് ഏരിക്കുന്നു. കണ്ടോ? ഏതാണ് PN? അയ്യിമ്മത്ത് സലഫിന്റെ ഇത്തിഫാഖ് ഏതാ? അയ്യിമ്മത്ത് സലഫിന്റെ ഇജ്മാ ഏതാ? അത് കൃത്യമായി അബ്ദുൽ ജബ്ബാർ മദീനി പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവിയല്ല, അബ്ദുൽ ജബ്ബാർ മദീനി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും അഹ്ലുസുന്നയുടെ പണ്ഡിതരുമായ സ്വഹാബികളുടെ പിന്തുടർച്ചക്കാരും അവർ യോജിച്ച കാര്യം, അവർ ഏകോപിച്ച കാര്യം മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടിയാൽ ശിർക്കാണെന്ന ഈ പുസ്തകത്തിൽ വേറെ കുറെയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ എല്ലാം കൂടെ ഒറ്റയടിക്ക് വേണ്ടല്ലോ. അത് പതുക്കെ നമുക്ക് അങ്ങനെയാണല്ലോ ചികിത്സിക്കേണ്ടത്.
കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അപ്പൊ ഫൈസൽ മുസ്ലിയാർ എന്ത് പറഞ്ഞു, അതാണ് നമ്മുടെ ആദർശം. അതാണിപ്പോ ഇവര് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചത്. അതാണ് മറ്റൊരു മുസ്ലിയാർ പറഞ്ഞു, അല്ലേ, മറ്റൊരാള് പറഞ്ഞു, പറഞ്ഞു നോക്കി ആ ഫൈസൽ മുസ്ലിയാർ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നാതിരി വർത്താനൊക്കെ പറയാനെന്ന് പറഞ്ഞ അല്പം കുറച്ചൊക്കെ ഒരു ബുദ്ധിയും, അല്ലെ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഭാഷ മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ആ ഒരു ഭാഷ കടമെടുക്കുകയാണ്. ആവറേജ് ബുദ്ധിയുള്ള ഒരു മുജാഹിദുകാരൻ ഇത് പറയാൻ പറ്റുമോ? ഫൈസൽ മുസ്ലിം പറഞ്ഞ നമ്മുടെ ആദർശവും തീയന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു പോയത്. ഏതായിരുന്നാലും രസകരമായ ജിന്നുവാദം അത് ചവച്ചുകൊട്ടയിലേക്ക് തന്നെ അത് വീണ്ടും വീടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു സഹോദര അബുനാഥ എന്ന് പറഞ്ഞ സഹോദര മൈക്കിലേക്ക് വരിക. അബുനാഥ താങ്കൾ ടെക്സ്റ്റ് അടിച്ചുകൊണ്ട് കാര്യമില്ല, മൈക്കിലേക്ക് വരിക. അബുനാഥ താങ്കൾ മൈക്കെടുത്ത് ചോദിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടാ? ഓക്കെ സമരെ, പിന്നെ PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ക്ലിപ്പ് നാം ഒക്കെ കേട്ടു. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു, പല സന്ദർഭങ്ങളിലായുള്ള സംസാരങ്ങൾ, മദീനത്തുൽ വെച്ച് നടന്ന ചർച്ചയുടെ സംസാരങ്ങള്, മലയാളം റൂമിൽ വെച്ച് നടത്തിയ സംസാരങ്ങള്, ഇതൊക്കെ നമ്മൾ കേട്ടു. ഒരു മനുഷ്യന് ഇത്രത്തോളം അധപ്പതിപ്പിക്കാൻ കഴിയോ? കാരണം അയാൾ പറഞ്ഞ ഞാൻ പിന്നെ ഈ വിഷയത്തിൽ സക്കരിയ സലാഹി ഇദ്ദേഹത്തെ ആൾക്കാർ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്. സക്കരിയ സലാഹി ഇദ്ദേഹത്തെക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ്. എന്താണെന്നറിയോ? സക്കരിയ സലാഹി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അന്നും പറഞ്ഞത് തന്നെയാണ്, അതന്നെയാണ് പറയുന്നത്. ആര് പറയുന്നുണ്ട്? സക്കരിയ സലാഹി പറയുന്നുണ്ട്. പിന്നെ അയ്യപ്പനത്തിന്റെ വിഷയം വരുന്നതെന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞ ഒപ്പിടേണ്ട സാഹചര്യങ്ങളും, എന്നാലും മനസ്സിലുള്ളത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ ഇയാളങ്ങനെയല്ലല്ലോ. ഇയാളെ നിങ്ങളൊന്ന് നോക്കിയേ, ഇയാള് അന്ന് ചർച്ചയില് സക്കരിയ സലാഹിയെ നിർബന്ധിച്ച് അയാൾ ഒപ്പിടിക്കുന്നു എന്ന് മാത്രമല്ല, എന്തൊക്കെയാ അയാൾ പറയുന്നത് ആ ചർച്ചയില്, അല്ലേ? ജിന്നും മലക്കും അബോധികമാണ്, അബോധികമായ ജിന്നോട് ചോദിക്കുക ശിർക്കാണ് നീതിക്കാണ് എന്ന് പറഞ്ഞ അതേ അബ്ദുൽ ലത്തീഫ് മാത്രമല്ല, അവിടെ നടന്ന ചർച്ച പിന്നെ ജിന്നിനോട് പ്രാർത്ഥനയാകുന്ന സഹായതട്ടത്തിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തത്. അതാണ് ഞാൻ ഒപ്പിട്ടത് എന്ന് പിന്നെ ഭൂലോക കളവ് ആര് പറയുന്നു? ഈ PN അബ്ദുൽ ലത്തീഫ് മൗലവി പറയാണ്. കളവല്ലേ? കളവിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ. ഇനി വേറൊരു വിഷയം കൂടി പറയാം ഞാൻ. എന്താ പറയാ, ഈ പിന്നെ കൂട്ടറ് എന്തൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്, അല്ലെ? അബ്ദുറഹ്മാൻ സലഫിക്കുള്ള പിന്നെ പ്രശ്നമാണ്, പിന്നെ സക്കരിയ സലാഹിയോടുള്ള അസൂയാണ്, മുജാഹിദ് ബാലുശ്ശേരിയോടുള്ള അസൂയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകള് നോക്കിയേ, എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാര്. ഇത് 2011 നടന്ന ചർച്ചയാണ്, 2011 ജൂണിൽ നടന്ന ചർച്ചയാണ്. അന്ന് ഇവരെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിക്കുന്നു നമ്മുടെ പണ്ഡിതന്മാര്. ഇത് അധികാരത്തിന്റെ പ്രശ്നമായിരുന്നോ? എന്നിട്ടാണ് സക്കരിയ സലാഹി പിന്നീട് പോവുകയും സക്കരിയ സലാഹിയോടൊപ്പം ഒന്നിച്ച് പോയ ഇയാള്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സലാഹി പിന്നെ PN ശരിക്ക് കളിച്ച കളവുകള് ചില്ലറ കളിയൊന്നുമല്ല. കാരണം KNMൽ നിന്നുകൊണ്ട് KNMന്റെ പണ്ഡിതന്മാർ പറഞ്ഞ KJ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ആശയങ്ങൾ ആണ് എന്റേതും എന്ന് പറഞ്ഞ് അതിന് സക്കരിയ സലാഹിയെ കൊണ്ട് ഒപ്പിടിച്ച PN പിന്നീട് സക്കരിയ സലാഹിക്കൊപ്പം പോന്നു. സക്കരിയ സലാഹിക്കൊപ്പം പോയതിനു ശേഷം പിന്നീട് സക്കരിയ സലാഹി വേറെ പോകുമ്പോ സക്കരിയ സലാഹിനെ പുറത്താക്കുന്നു, അല്ലെ? സക്കരിയ സലാഹിനെ പുറത്താക്കുന്നതിൽ PN വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ.
സലാഹിയുടെ പ്രസംഗത്തില് തന്നെ എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം, എന്താണ് ഇയാൾക്ക് വേണ്ടത് ശരിക്കും, ഈ PN എന്താ വേണ്ടത്, എന്തൊക്കെയോ ഉദ്ദേശങ്ങള് മനസ്സിൽ വെച്ച് കളിച്ച കളികള് ഒക്കെ പാളിപ്പോയപ്പോ ഉണ്ടായ ഒരു വിഭ്രാന്തി, അതിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയേണ്ടത്, പിന്നെ ഒരു അത്തുംപുത്തം എന്നൊക്കെ പറയാം നമ്മള്, ഒരു അത്തുംപുത്തമായ സംസാരം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഒരു ചെറിയൊരു സമത തെറ്റുമുള്ള ഒരു സംസാരം ആളുകൾ പറയുന്നത്. അതുപോലത്തെ സംസാരമാണ് ഇപ്പോ PN സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ വേറൊരു സംഗതി എന്താന്ന് വെച്ചാല്, പിന്നെ ഈ ഒരു ചർച്ചയിൽ 2011 നടന്ന ചർച്ചയിൽ അന്ന് അവിടെ വെച്ച് അനസ് മൗലവിയും അനീഫ് കായക്കൊടിയും കൂടി ഇവരെ തിരുത്തുന്നത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. സക്കരിയ സലാഹിയുടെ വാദത്തെ എതിർക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം അല്ലേ? എന്നിട്ടാണ് ഈ അനസിനെ പറ്റിയും അനീഫാനെ പറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നത് ഇവര്, പിന്നെ 2012 തൗഹീദിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് വമ്പിച്ച പ്രചാരണം നടത്തുന്നത്. അന്നും അനസ് മൗലവിയുടെ പല ക്ലിപ്പുകൾ ഇവിടെ ഇടുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിന് 2011 ഈ ഒരു ചർച്ചയിൽ അനസ് മൗലവി വളരെ വ്യക്തമായിട്ട് എതിർക്കുന്നുണ്ട് സക്കരിയ സലാഹിയെ? അപ്പോ എന്താണ് അനസ് മൗലവി എന്ന് പറഞ്ഞത്, എന്തായിരുന്നു അനസ് മൗലവിയുടെ വാദം എന്നൊക്കെ ഇതിൽ ഈ ഒരു ക്ലിപ്പ് കൊണ്ട് ഒരുപാട് സംഗതികൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ഒരു PN എന്ന് പറയുന്ന ഈ ഒരു സത്വത്തെ നമുക്ക് പിന്നെ പുറത്തേക്ക് വെളിയിലാക്കാനും കഴിഞ്ഞു. അത് പിന്നെ അദ്ദേഹത്തിന്റെ മുഖംമൂടി വലിച്ചു കീറാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ കാപട്യവും വലിച്ചു കീറാൻ സാധിച്ചു. മുജാഹിദ് പണ്ഡിതന്മാർ എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത് അതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ നിലപാടില് അന്നത്തെ നിലപാട് എന്തായിരുന്നു, 2011 എന്തായിരുന്നു നിലപാട്, ഇന്നെന്താണ് നിലപാട്, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായി വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെങ്കിൽ അതിന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുറെ കാലങ്ങൾ കഴിയേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ്. കുറച്ച് കാലങ്ങൾ കഴിയേണ്ടി വന്നു. അത് പടച്ചോന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, എന്തിനും പടച്ചോന്റേതായ ഒരു സുന്നത്തുണ്ടാവും എന്ന് പറയല്ലോ നമ്മള്. ഈ ഒരു സംഗതി, ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ചില സംഗതികളൊക്കെ ഇന്നതൊക്കെ ചില സംഗതികളൊക്കെ നടക്കണം എന്നുള്ളത് വളരെ പിന്നെ അതിന്റെ നിശ്ചയമായിരുന്നു. അത് ആ നിശ്ചയപ്രകാരം അതില് ഇപ്പോ പിന്നെ ഇത് PNന്റെ കാര്യം, ഈ വേറൊരു സാധനം കിടക്കുന്നുണ്ട് അവിടെ. ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു സാധനം കൂടി അവിടെ കിടക്കുന്നുണ്ട്. തനിക്കാപട്യം കാണിച്ച ആൾ, തനിക്കാപട്യം. കാരണം പിന്നെ PNനെ പോലെ തന്നെ പിന്നെ ഒരു സമയത്ത് KJയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ച് അങ്ങനെ പിന്നെ അതാണ് ശരിയെന്ന് ജനങ്ങളോടും ഒപ്പം നിൽക്കുന്ന ആൾക്കാരോടും പറഞ്ഞ്, അങ്ങനെ പറഞ്ഞതിന് ശേഷം സമ്മേളനത്തിൽ വന്ന് മഹത്തായ ഒരു സമ്മേളനം കൊളമാക്കാൻ നോക്കിയ ഒരാളുണ്ടല്ലോ അല്ലേ? അദ്ദേഹം ഇന്ന് വരെ ഇയാൾ ഈ ഒരു വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായ കാരണം ഇപ്പോ പിന്നെ ജിന്നുകളോടുള്ള സഹായതേട്ടം എന്ന വിഷയത്തിൽ പിന്നെ ജവഹർലാലിന്റെ CD കേട്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായത് ആ ഉദാഹരണം. എന്താ അറിയോ, വിമാനത്തിൽ നിന്ന് ആരെങ്കിലും അറിയാണ്ട് തുമ്മിപ്പോയാല് തുമ്മുന്നവരുടെ ശ്രദ്ധക്ക് എന്ന് പറഞ്ഞ് CD ഇറക്കുന്ന സ്ഥലമാണ് ഷാർജ. വളരെ ശരിയാണ് അല്ലേ? തുമ്മുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് CD ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ജിന്നുകളുമായിട്ട് സഹായതേട്ടത്തിന്റെ വിഷയത്തിൽ KJ എടുത്ത തീരുമാനത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന വിഷയത്തിൽ സൂറത്ത് അൻആമിൽ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ച സൂറത്ത് അൻആം 128 ആയത്തിന്റെ വിഷയത്തിൽ ഒരു വിഷയം ഒരു പ്രസംഗം ഒരു CD ഇയാൾ ഇറക്കിയിട്ടുണ്ടോ? ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ആള് ഈ മുജാഹിദ് ബാലുശ്ശേരിനെ വിടുന്നു. കാരണം മുജാഹിദ് ബാലുശ്ശേരിക്ക് പറയാനുള്ള ഒരു ഇതില്ല. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിവരമില്ല. അത് നമ്മൾ പറയാ, വിവരം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അറിവാണ്, പാണ്ഡിത്യം ഇല്ല. അത് പിന്നെ സക്കരിയ സലാഹി തന്നെ പറഞ്ഞാണ് കേട്ടോ. റൌഫ് മദനി പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഈ ഇവര് വിസ്ഡം കമ്പനി രണ്ടായ സമയത്ത് റൌഫ് മദനി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരൊന്നും പറഞ്ഞിട്ട് പിന്നെ ബാലുശ്ശേരിയുടെ പേരും പറഞ്ഞിട്ട് റൌഫ് മദനി ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ നല്ലതാണ് അറിയാം. പക്ഷെ ഈ ഒരു വിഷയത്തില് പിന്നെ
ഒരു 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 വണ്ടറ പറഞ്ഞതുപോലെ ഹർക്കത്തിടാണ്ട് ഒരു സംഗതി കൊടുത്താൽ വായിക്കാനുള്ള വിവരം ഇല്ലാന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരാളാണ് ആര് ഈ ബാലുശ്ശേരി. പ്രസംഗിക്കുമായിരിക്കും നല്ലോണം, അപ്പോ അദ്ദേഹത്തെ വിടുന്നു. പക്ഷെ ഹുസൈൻ സലഫി അങ്ങനെയല്ലല്ലോ. ഈ ഹുസൈൻ സലഫി ഇന്ന് വരെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് ഇപ്പോഴും അവരെ ഒന്നിച്ചു കൂടുന്നു, എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി പോകുന്നു എന്നല്ലാതെ തർക്ക വിഷയത്തിൽ ഒരു തീരുമാനം. എന്തിനാ ഈ കവടത, എന്തിനീ കാപട്യം കാണിക്കുന്നു? ഇപ്പൊ പി എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ഹുസൈൻ സലഫി താങ്കൾ ഇത് പറയേണ്ടി വരും, താങ്കൾ ഇത് പറയേണ്ടി വരും. അന്ന് നിങ്ങൾ ഇന്നത്തെക്കാളും നിങ്ങൾ എന്ത് ചെയ്യും? അന്ന് സമൂഹം നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഇയാളാണല്ലോ ഇത് എന്ന് അന്ന് പറയും. ആ ഒരു അവസ്ഥ ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ പി എൻ ആയത് നിങ്ങൾ കണ്ടില്ലേ? പി എൻ ആയ അവസ്ഥ കണ്ടില്ലേ? അപമാനിക്കപ്പെടും സമൂഹത്തിൽ. ഇപ്പം തന്നെ കണ്ടല്ലോ, ഇപ്പൊ ഏകദേശം അരുക്കായില്ലേ. ബാക്കിയൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കഥ നമുക്ക് കാണും. ഈ തൗഹീദ് പ്രസ്ഥാനത്തിനെതിരായിട്ട് കളിച്ച ആളുകളെ ഒക്കെ റബ്ബ് അരുക്കാക്കിയിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെ മാമാങ്കായിരുന്നു അല്ലേ? സക്കരിയ സലാഹിയെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് നാടെത്തുക്കും വലിയ സ്റ്റേജുകളും മുജാഹിദ് പ്രസ്ഥാനം എന്താ മൊത്തം ഞങ്ങളോടൊപ്പാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളുകള്. എന്താ മഞ്ചേരി പ്രസംഗത്തിന്റെ സമയത്തൊക്കെ, ചാവക്കാട് പ്രസംഗം, മഞ്ചേരി പ്രസംഗം, നിങ്ങളാ പഴയ സീഡുകളൊന്നും എടുത്തു നോക്ക്. ഇവരുടെ ആ ഒരു ആവേശവും ഇവരുടെ ആ പ്രസംഗവും ഇവരുടെ കാട്ടിക്കൂട്ടലൊക്കെ എന്തായിരുന്നു? ഇന്ന് എവിടെ കിടക്കുന്നു? ആരാനുള്ളത് ഒന്നിച്ച് ഉണ്ടോ? ഒരു പരിപാടി ഭംഗിയായിട്ട് നടത്താൻ, ഒരു പൊതുപരിപാടി നടത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഒന്നിച്ചു നിൽക്കുന്ന പിന്നെ ഫൈസൽ മുസ്ലിയാരെ ആ സൂറത്ത് അനാമിന്റെ വിഷയത്തിൽ മറ്റുള്ളവർ അനുകൂലിക്കുന്നതല്ലാന്ന് പരസ്യമായി ഇതുവരെ ഒപ്പം നിന്ന സക്കരിയ സലാഹി വിളിച്ചു പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. അപ്പോ ഇനിയും ഇതുപോലുള്ള സംഗതികളെല്ലാം പുറത്തേക്ക് വരും ഇൻഷാ അല്ലാഹ്. പുറത്തേക്ക് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇവര് തൗഹീദി പ്രസ്ഥാനത്തോട് കളിച്ചത്, അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തോടാണ് ഇവര് കളിച്ചത്. ഇവരിനിയും അനുഭവിക്കും. ശരി, ഷംസ് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. വാട്സപ്പില് ഒരു രസകരമായ ഒരു ചർച്ചയാണ് ഇതിനെ കുറിച്ചൊന്ന് പറയുന്നത്. നമ്മുടെ അമർമോനയുടെ പ്രാർത്ഥനയുടെ തീരത്ത് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന ആ ഇതുണ്ടല്ലോ, അത് ഇട്ടിട്ട് അതിനെ കുറിച്ച് അവർ പറയുന്ന വ്യാഖ്യാനം അത് കേൾക്കേണ്ടതല്ല. അതൊന്ന് ഞാൻ ചെയ്യണം. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق إنك تهدي من تشاء إلى صراط مستقيم. ഇവിടെ ഉമർ മൗലവി മനുഷ്യരുടെ കഴിവിന് അപ്പുറമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നതും, അതുപോലെ മറ്റത്തിലെ മുൻകാല പണ്ഡിതന്മാർ പലരും സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങളിൽ ചോദിക്കലാണ് പ്രാർത്ഥന എന്നും കൊടുത്തിരുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരന്മാർ അത് രണ്ടും ശരി തന്നെയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ മൗലവി പ്രാർത്ഥനയെ വിശദീകരിച്ചത് മുകളിൽ കൊടുത്ത ക്ലിപ്പിൽ പ്രാർത്ഥനയെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ വിശദീകരണം നൽകുന്ന ജനസമൂഹം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാത്ത
മനുഷ്യരോട്, അതിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും ആയിട്ടുള്ള മനുഷ്യരോട് പ്രാർത്ഥിക്കുകയും അതുപോലെ നേർച്ച വഴിപാടുകൾ നൽകുകയും അള്ളാഹുവിന് മാത്രം സവിശേഷമായ പല ഗുണങ്ങളും ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ളവരാണ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ചാർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് മനുഷ്യൻ ആരാധിക്കുന്ന ആ രൂപത്തിലെല്ലാം ആരാധിക്കുന്ന ആളുകളോട് അത് പ്രാർത്ഥനയാണ്. ആ സാധാരണ മനുഷ്യ കഴിവിൽ അപ്പുറമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത് ആരാധനയാണ് എന്ന അർത്ഥത്തിൽ മനുഷ്യ കഴിവിന് അതീതം എന്ന് അവരോട് പറയുകയും, എന്നാൽ അതേ ആളുകൾ വഹീഫായ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കാൻ ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ സൃഷ്ടികളുടെ കഴിവിന് അതീതമാണ് പ്രാർത്ഥന എന്ന് വരുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറുപടി പറയുന്നു. യാ ഇബാദല്ലാഹ് അഇനൂനി എന്ന ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെയും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുവാൻ അതിൽ നിങ്ങൾക്ക് തെളിവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഹദീസ് വഹീഫാണ്. സ്വഹീഹായാൽ തന്നെയും മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു തേടാൻ അതിൽ തെളിവില്ല. കാരണം അത് സ്വഹീഹായാൽ അതിൽ വരുന്നത് ജിന്നുകളോ മലക്കുകളോ ആണ്. മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണ്. മലക്കുകൾ ആണ് എന്ന് അദ്ദേഹം പറയുന്നത് ഹദീസ് സ്വഹീഹായാൽ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ, ബുദ്ധിമുട്ടുന്ന മനുഷ്യൻ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവ് നൽകപ്പെട്ട മലക്കുകൾ അവിടെ ഉണ്ട്. അവരോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതല്ലാതെ മരണപ്പെട്ടവർ ആരുടെയും വിളി കേൾക്കുകയില്ല. അവർക്ക് സഹായിക്കാനുള്ള കഴിവും അല്ലാഹു നൽകിയിട്ടില്ല. ഇവിടെ മലക്കുകളോട് ഉള്ള ചോദ്യം, ഈ ഇബാദല്ലാഹ് എന്നുള്ള ചോദ്യം, അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള ഒരു ചോദ്യം മാത്രമാണ്. അത് പ്രാർത്ഥനയല്ല. കാരണം സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എന്നാണ് ഉമർ മൗലവി അവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ആണ് ചോദിക്കുന്നതെങ്കിൽ അവൻ കാഫിറായി പോകും. കാരണം മരിച്ചുപോയവർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള കഴിവ് നഷ്ടപ്പെട്ടു. മരണത്തോടുകൂടി ആ ആളുടെ കഴിവുകൾ നഷ്ടപ്പെട്ടതാണ്. വീണ്ടും അവർക്ക് ഈ വിളി കേൾക്കാൻ കഴിയും എന്ന് വിചാരിച്ചാൽ അത് അഭൗതികമായ മാർഗത്തിലുള്ള കഴിവാകും. അഭൗതികമായ മാർഗത്തിലുള്ള കഴിവുകൾ അള്ളാഹുവിന് മാത്രമാണുള്ളത്. അങ്ങനെ അള്ളാഹുവിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ പങ്കുചേർക്കലായി മാറും എന്നാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നത്. എന്നാൽ ഒരു തെങ്ങ് മറിഞ്ഞു വീഴുന്ന ഒരു കാര്യം ഉമർ മൗലവി വിശദീകരിക്കുന്നത്, എല്ലാവർക്കും അറിയാം, മലക്കുകളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം കഴിവ് നൽകപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികളാണ്. നാം ഒരു കാര്യം നമ്മുടെ ഇഷ്ടപ്രകാരം മലക്കുകളോട് ചോദിച്ചാൽ അത് ചെയ്തു തരാൻ ഉള്ള കഴിവ് ഉള്ളവരല്ല മലക്കുകൾ. അതുകൊണ്ട് തന്നെ അവർക്കതിന് കഴിയും എന്ന വിശ്വാസത്തോടുകൂടി അവരോട് വിളിച്ച് ചോദിച്ചാൽ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള അഭൗതികമായ ഒരു കഴിവ്
അവർക്ക് ഉണ്ട് എന്ന വിശ്വാസം അവിടെ വരികയും ആ കഴിവാകട്ടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ മലക്കിനെ വിളിച്ചാൽ അവിടെ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി മാറും. എന്നാൽ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് സ്വഹീഹായാൽ അവിടെ മനുഷ്യന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിവ് നൽകപ്പെട്ട മലക്കാണ് എന്നതും നാം മനസ്സിലാക്കുക. എന്നാൽ ജിന്നുകളെ സംബന്ധിച്ചും ജിന്നുകൾക്ക് സ്വതന്ത്രമായി മനുഷ്യരെ പോലെ നന്മകൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരാണ് ജിന്നുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മലക്കുകളെ സംബന്ധിച്ചും അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതും മനസ്സിലാക്കുക. സൃഷ്ടി കഴിവിന്റെ ആ സൃഷ്ടി കഴിവ് വെച്ച് ചോദിക്കാമെങ്കിൽ ഹസ്രത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവുണ്ടല്ലോ, മനുഷ്യനെ സഹായിക്കുക എന്നുള്ളൊരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ മലക്കിനോട് ചോദിച്ചാൽ ഷിർക്കാണോ അല്ലേ ചോദിച്ചു, അതിന് മറുപടി ഇല്ല. പിന്നെ ഇത് ചോദിച്ചപ്പോ അപ്പൊ അങ്ങനെ സ്വതന്ത്രമായിട്ട് സഹായിക്കാൻ അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതെങ്ങനെ ഫസ്റ്റിൽ ഷിർക്കാവുക? അവര് ഇഷ്ടമുണ്ടെങ്കിൽ സഹായിക്കുക, ഇഷ്ടമല്ലേ സഹായിക്കില്ല. അപ്പൊ അവരോട് സഹായം ചോദിച്ചാൽ അവർ സഹായിക്കുന്ന ആ സഹായമൊക്കെ നേടിക്കഴിഞ്ഞാല് എങ്ങനെയാണ് അത് ഫസ്റ്റിൽ ഷിർക്കാകുക? ഇവരെ കണക്കനുസരിച്ച് ഷിർക്കായതുകൊണ്ട്, ഷിർക്കാകാത്തത് കൊണ്ട് ഫസ്റ്റിൽ ഷിർക്കാകുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ മുങ്ങിയ ആശാനാണ്, ഇതുവരെ പൊങ്ങിയിട്ടില്ല. എന്തായാലും അഹമ്മദിന് മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും. ചർച്ച കഴിഞ്ഞു. അല്ല, ഞാനും ഉണ്ടായിരുന്നു, എന്നാലും വാട്സപ്പിൽ അവരുടെ ലൈഫ് ഇങ്ങനെ ചർച്ച ഞാൻ പറ്റില്ല. ചോദ്യോക്താക്കളും ആരും ഇല്ലാന്ന് തോന്നുന്നത്. നേരത്തെ കുറച്ച് സമയം നമ്മള് പോയിരുന്നു. അവിടുന്ന് പൈസ ഇവിടെ ഖത്തറിലാണെന്നുള്ള ഖത്തറിലുള്ളതാണ് നമുക്ക് പൈസ പറഞ്ഞത്. എന്നാൽ ചെറിയൊരു ക്ലിപ്പ് കേൾക്കുന്നു. നമ്മൾ പൈസ പറഞ്ഞത് പങ്കെടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഉന്നതന്മാരായ വ്യക്തികളോട് ഞാൻ ചോദിച്ചു, ഒരാളുടെ മുമ്പിൽ ഒരു പിശാച്ചോ അല്ലെങ്കിൽ ഒരു ജിന്നോ ആരെങ്കിലും ഉണ്ടെന്നൊരാൾക്ക് തോന്നി, ആ സമയത്ത് അയാളുമായി ഒരാൾ സംവദിച്ചാൽ അത് എങ്ങനെയാണ് ശിർക്കാവുക? അള്ളാഹുവിന്റെ ഗുണമൊന്നും അവിടെ അദ്ദേഹം സങ്കല്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിം ജിന്ന്, മണ്ണാറക്കാട് സംഭവത്ത് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ജിന്ന് മുമ്പിൽ ഉണ്ടെങ്കിൽ അവൻ ഇന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദാത്തിലാണോ ഇവിടെ പങ്കുചേർത്തിട്ടുള്ളത്? അള്ളാന്റെ സിഫത്തിലാണോ പങ്കുചേർത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ പ്രവൃത്തിയിലാണോ പങ്കുചേർത്തിട്ടുള്ളത്? ഇതിലേതിലാണ് പങ്കുചേർത്തിട്ടുള്ളത് എന്ന് ജാമിയയിൽ ഉന്നതന്മാരായ 5 പണ്ഡിതന്മാരുമായി ഇരുന്ന് ഞാൻ ചോദിച്ചു അവരോട്. അതിനവർ നൽകിയ മറുപടി എന്താണെന്നറിയോ? അള്ളാന്റെ ദാത്തിലോ സിഫാത്തിലോ അഫാലോ പങ്കുചേർക്കുക എന്നുള്ളത് കാന്തപുരം പറഞ്ഞ നിർവചനാണെന്നാണ് പറഞ്ഞത്. കേട്ടില്ല. ഇത് നമ്മളെ കൂടെ പറഞ്ഞ ആളായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പറയുന്നുണ്ട്, നമ്മൾ അബൂസ്ഥാനെ കുവൈറ്റുന്നുണ്ട്, അബൂസ്ഥാന്റെ റൂമാണെന്ന് പറയുന്നുണ്ട്, അബൂസ്ഥാൻ പറയുന്നത് എന്റെ റൂമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ അങ്ങനെ മൈക്കോണൊക്കെ അൽഹംദുലില്ലാ. ഇന്നത്തെ ചർച്ച വളരെ സജീവമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ച ഉണ്ടാവും. ഇനിയും കുറെ കാപട്യങ്ങൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ചകൾ ഇനിയും തുടരും. സമയം ഒരുപാടായിട്ടുണ്ട്. 11 മണിക്ക് നിർത്തേണ്ടതാണ്. 20 ആയിട്ടുണ്ട്.
നിലനിർത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ചർച്ച ശ്രവിച്ചുകൊണ്ടിരുന്ന കേന്ദ്രം ഓൺലൈൻ ക്ലാസ് റൂമിലൂടെയും ഹിദായ റേഡിയോയിലൂടെയും കേന്ദ്രം റേഡിയോയിലൂടെയും ചർച്ച ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും, അതുപോലെ തന്നെ ചർച്ച നിയന്ത്രിച്ച അഡ്മിന്മാർക്കും ചർച്ചയിൽ പങ്കെടുത്ത ഉസ്താദുമാർക്കും എല്ലാവർക്കും കേന്ദ്രം ഓൺലൈൻ ക്ലാസ് റൂമിന്റെ പേരിൽ അഗേതമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഉള്ളത് മൈക്കിലേക്ക് വരിക, സീഡി പ്ലേ ചെയ്യുക. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.